ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. മാസപ്പടി കേസ്. പിണറായി വിജയന്റെ മകൾക്കെതിരായ കേസിൽ പ്രതിഷേധിക്കുന്നതിന് സിപിഐയിൽ ആശയക്കുഴപ്പം. മാസപ്പടി കേസിലെ ഇഡി റെയ്ഡിനെതിരായ സിപിഐഎം പ്രതിഷേധത്തെ പിന്തുണയ്ക്കുന്നതിൽ സിപിഐയിൽ ആശയക്കുഴപ്പം. വ്യാഴാഴ്ച നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഭിന്നാഭിപ്രായം ഉയർന്നത്. പിണറായി വിജയന്റെ മകൾക്കെതിരായ കേസിൽ പ്രതിഷേധിക്കുന്നതെന്തിനെന്ന നിലപാടിലാണ് മുതിർന്ന നേതാക്കൾ. ബിസിനസ് ഉള്ള മകളുടെ കേസിനെ രാഷ്ട്രീയമായി പിന്തുണയ്ക്കുന്നത് ഉചിതമല്ല. ഇഡിക്കെതിരായ പ്രതിഷേധത്തിൽ സംസ്ഥാന നേതൃത്വം അമിതാവേശം കാട്ടരുതെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. പാർട്ടിക്കുള്ളിൽ ഭിന്നാഭിപ്രായം ഉയർന്നതോടെയാണ് ഇന്നലെ ബിനോയ് വിശ്വം നിലപാട് മയപ്പെടുത്തിയത്. അത്തരം സീനുകൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്നായിരുന്നു ബിനോയ് വിശ്വം പറഞ്ഞത്. ഇഡി റെയ്ഡ് മുഖ്യമന്ത്രി വി ഡി സതീശനും ബിജെപിയും തമ്മിലുള്ള ഗൂഢാലോചന എന്ന സിപിഐഎം വാദവും സിപിഐ ഏറ്റെടുത്തില്ല. അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാനില്ലെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. കാട്ടാന ആക്രമണം. അതിരപ്പള്ളിയിൽ ഇന്ന് ഹർത്താൽ. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് അതിരപ്പള്ളിയിൽ ഇന്ന് ഹർത്താൽ ആചരിക്കും. രാവിലെ 10 മണിക്ക് ചാലക്കുടി ആനമല അന്തർ സംസ്ഥാന പാത ഉപരോധിക്കും. വൈശ്ശേരി സ്വദേശി മോഹനനാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 2:45 സംഭവം. കൃഷിയിടത്തിൽ ഇറങ്ങിയ ആനയെ തുരത്തുവാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു ആനയുടെ ആക്രമണം. ചക്രവാത ചുഴി. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴ തുടരും. ട്രോളിംഗ് നിരോധനം ജൂൺ 9 മുതൽ. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരും. എന്നാൽ ഇന്ന് ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിന് മുകളിലും അറബിക്കടലിന് മുകളിലും ചക്രവാത ചുഴി രൂപപ്പെട്ടതിന്റെ സ്വാധീന ഫലമായാണ് മഴ കനക്കുന്നത്. കൂടാതെ പടിഞ്ഞാറൻ കാറ്റിന്റെ സ്വാധീനവും ഇടവിട്ടുള്ള മഴയ്ക്ക് കാരണമാകുന്നുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. സിപിഐഎം നേതാവ് ടി പി ദാസൻ അന്തരിച്ചു. കോഴിക്കോട്ടെ മുതിർന്ന സിപിഐഎം നേതാവ് ടി പി ദാസൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച രാത്രി 11:30 കോഴിക്കോട്ടെ സഹകരണ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സിപിഐഎം മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ മുൻ മേയറായും സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ മുൻ പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു. 1967 ദാസൻ സിപിഐഎം അംഗമായത്. കെഎസ്എഫിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ടി പി ദാസൻ സംഘടനയുടെ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സ്ഥാനങ്ങൾ വഹിച്ചു. 1980 ഡിവൈഎഫ്ഐ രൂപവൽക്കരണ വേളയിൽ ആദ്യ സംസ്ഥാന പ്രസിഡന്റായി. നിലവിൽ സിപിഎം കോഴിക്കോട് ടൌൺ ഏരിയ കമ്മിറ്റി അംഗമാണ്. ട്രംപിന്റെ അവകാശവാദങ്ങൾ തള്ളി ഇറാൻ. മരവിപ്പിച്ച $1200 കോടി ആസ്തി ഉടനടി വിട്ടു നൽകണം. സമാധാന കരാറിനെ പറ്റിയുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾ തള്ളി ഇറാൻ. ഹോർമുസ് കടലിടുക്ക് നിബന്ധനകളില്ലാതെ തുറക്കുമെന്നും ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം നശിപ്പിക്കുമെന്നും കരാറിൽ ധാരണയായതായി ട്രംപ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ധാരണയുടെ കരടിൽ അത്തരം പരാമർശമില്ലെന്നും അമേരിക്കയുടെ നാവിക ഉപരോധം പിൻവലിച്ച ശേഷം മാത്രമേ ഹോർമുസ് തുറക്കുകയുള്ളൂവെന്നും ഇറാൻ വ്യക്തമാക്കി. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഖത്തറിൽ സന്ദർശക വിസകളിൽ തുടരുന്നവർക്ക് അനുവദിച്ചിരുന്ന ഇളവുകൾ ഉടൻ അവസാനിക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഖത്തറിൽ സന്ദർശക വിസകളിൽ തുടരുന്നവർക്ക് അനുവദിച്ചിരുന്ന ഇളവുകൾ ഉടൻ അവസാനിക്കും. ജൂൺ 7 മുതൽ എല്ലാത്തരം എൻട്രി വിസകൾക്കുമുള്ള നടപടിക്രമങ്ങൾ അംഗീകൃത ചട്ടങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും അനുസൃതമായി പഴയ രീതിയിൽ പുനരാരംഭിക്കുമെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കുടുംബങ്ങൾ തമ്മിൽ വസ്തുതർക്കം. 6 പേരെ വെട്ടിയും വെടിവെച്ചും കൊലപ്പെടുത്തി അക്രമികൾ. കർണാടകയിൽ വസ്തുതർക്കത്തിന്റെ പേരിൽ 6 പേരെ വെടിവെച്ചു കൊന്നു. വിജയപുര ചടച്ചൻ താലൂക്കിലെ ഗോവിന്ദപുര ഗ്രാമത്തിലാണ് സംഭവം. കൊല്ലപ്പെട്ടവരിൽ 5 പേർ വെടിയുതിർക്കുകയായിരുന്നു. ഇന്നലെ വൈകിട്ടോടെയാണ് സംഭവം നടന്നത്. 2 കുടുംബങ്ങൾ തമ്മിലുള്ള വസ്തുതർക്കം ക്രൂരമായ കൂട്ടക്കൊലയിലേക്ക് നയിച്ചതിന്റെ നടുക്കത്തിലാണ് നാട്. തർക്കത്തെ തുടർന്ന് 15 അംഗ സംഘം എത്തിയാണ് കൊല നടത്തിയതെന്നാണ് സൂചന. വാളുകളും മറ്റും കൊണ്ടുവന്ന് എതിർപക്ഷത്തുള്ള ആളുകളെ വെട്ടുകയായിരുന്നു. മരണം ഉറപ്പാക്കുവാൻ പിന്നീട് വെടിയുതിർക്കുകയുമായിരുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.